ഒരു പരാമർശം ഒരു പുസ്തകത്തിന്റെ പേരിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹിപ്പിയുടേതാണോ ഈ ആത്മകഥ ഇപ്പോൾ പുറത്തു വന്നത്? എൻ്റെ ആത്മകഥ ഞാൻ ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായണില്ല. ഇന്നലെ രാവിലെയാണ് കണ്ടത്. ഇന്നലെ 10:30 ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം. നിങ്ങൾക്കതിൽ എന്തെങ്കിലും സംശയം തോന്നിയോ? പ്രസാദനം? എൻ്റെ പുസ്തകം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം, ഞാനല്ലേ അത് പ്രസിദ്ധീകരിക്കേണ്ടത്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണത്. അതെങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക? ഇന്നലെ 10:30 ഞാൻ ഒരാൾക്കും അതിൻ്റെ പ്രസാധന ചുമതല കൊടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് പല പ്രസാധകരും വന്നിരുന്നു, DC ബുക്സുകാർ വന്നിരുന്നു, മാതൃഭൂമി ബുക്കിൻ്റെ ആളുകൾ വന്നിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച തീരുമാനം ആയിട്ടില്ല എന്ന് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ചോദിക്കും, ഒരാളെ എൻ്റെ ആത്മകഥ എഴുതാൻ കരാർ കൊടുത്താൽ ആത്മകഥയാവും. നിങ്ങൾ ആദ്യം ധരിക്കേണ്ടത് ഞങ്ങളൊക്കെ ആത്മകഥ എഴുതുമ്പോൾ അവരവർ തന്നെ എഴുതുക. ഇതാരെങ്കിലും കൂലിക്കെഴുതിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. ഞാനാണ് എഴുതുന്നത്. ഞാൻ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഹാൻഡ് റൈറ്റ് വളരെ മെച്ചപ്പെട്ട ഹാൻഡ് റൈറ്റ് അല്ല, ഒന്ന് മനസ്സിലാക്കി. അപ്പം ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ഒന്ന് തയ്യാറാക്കി വാചകശുദ്ധി വരുത്തി ഭാഷാശുദ്ധി വരുത്തി തയ്യാറാക്കാൻ ഒരു നല്ല എഴുത്ത് രംഗത്ത് പരിചയമുള്ള ഒരാളെ അങ്ങ് ഏൽപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയതല്ല. ഇത് കുറേ കാലമായി എൻ്റെ ഈ ആത്മകഥ എഴുതാൻ തുടങ്ങിയിട്ട്. ഞാൻ ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു DC ബുക്കും പിന്നെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ അധികാരപ്പെടുത്തിയിട്ടില്ല, ചുമതല കൊടുത്തിട്ടില്ല. ഇതിലിപ്പോൾ എൻ്റെ ബുക്കിൻ്റെ പേജിൽ അതിൻ്റെ കവർ പേജ് പോലെ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്നലെയാണ് കാണുന്നത്. അതിൻ്റെ ആമുഖം എഴുതണ്ടേ, മുഖവരി എഴുതണ്ടേ, അതിൻ്റെ കൺക്ലൂഷൻ വേണ്ടേ? നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഞാൻ എഴുതുന്നതാണ് എൻ്റെ ആത്മകഥ. അത് ഞാൻ അധികം താമസിയാതെ തന്നെ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള എൻ്റെ ആത്മകഥ ഞാൻ അടിയന്തരമായും അധികം താമസിയാതെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആത്മകഥ എന്താണെന്ന് മനസ്സിലാവും. സാധാരണഗതിയിൽ എൻ്റെ അങ്ങനെ ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരാളല്ല. ഇതിലെന്തോ വഴിവിട്ട് എന്തോ ചില സംഭവങ്ങൾ നടന്നതായിട്ട് വേണം സംശയിക്കാൻ. അതെന്താണെന്നുള്ളത് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പുസ്തകം ഞാനറിയാതെ പ്രസിദ്ധീകരിക്കുക, എൻ്റെ പുസ്തകം ഞാനറിയാതെ പിന്നെ അതിൻ്റെ ചില ഭാഗങ്ങളെന്ന് പറഞ്ഞു പറയുക. ഇവിടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യവും എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയതല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ എഴുതിയതല്ല. എങ്ങനെയാണ് ഇത്തരത്തിൽ വന്നത്? അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ പ്രമുഖമായൊരു പത്രമാണ്. ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് പേജിൽ വരണമെങ്കിൽ ചെറിയ നിസ്സാരമായ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. അതിശക്തമായിട്ടുള്ള ചില ഗൂഢാലോചനകളും. ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു പ്രഖ്യാപനങ്ങളും നടപടികളും വന്നത് ആസൂത്രിതമാണ്. ഇവിടെ 3 മണ്ഡലങ്ങളിൽ, ഒരു ലോകസഭാ മണ്ഡലം, 2 നിയമസഭാ മണ്ഡലം, ഈ 2 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ശക്തമായി മുന്നേറുകയാണ്. പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും ഇടതുപക്ഷം ജയിക്കും. അവിടെ കോൺഗ്രസ് ദയനീയമായി തോൽക്കും, BJP തോൽക്കും. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന് ധരിച്ച് ആസൂത്രിതമായി നടത്തിയതാണ് ഇത്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല,
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഏതാണ്ട് 2023 ആദ്യമാണ് എന്നെ കാണാൻ BJPയുടെ അഖിലേന്ത്യാ നേതാവ് ഒരു മുൻമന്ത്രിയായിട്ടുള്ള ജാവേദ് ഖർ അദ്ദേഹം കടന്നു പോകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ വിട്ടു. അദ്ദേഹം എന്നോട് പറയും, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോഴത്തെ BJPയുടെ ഒരു പ്രധാനിയാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനമൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കണ്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഞാൻ പറഞ്ഞ സന്തോഷം, എനിക്കൊരു പരിപാടിയുണ്ട്, ഞാൻ പോകും. 5 മിനിറ്റ് കൊണ്ട് ഞങ്ങളോട് പോയി. എന്താ പത്രക്കാരെ നിങ്ങൾ ചെയ്തത്? ഏതാണ്ട് ഏപ്രിൽ മാസത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത്? 1.5 കൊല്ലം മുമ്പല്ലേ സംഭവം? അത് വെറുതെ സംഭവിച്ചതാണ്. അതൊരാസൂത്രിതമാണ്. ഇതും അതുപോലെ ഒരു ആസൂത്രിതമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ സംഘടിതമായൊരു പ്ലാൻ ഉണ്ടാക്കി പ്രസ്താവന നടത്തുക. ഇതിന് ശക്തമായിട്ടുള്ള അന്വേഷണം വേണം, ഇതിന് ശക്തമായിട്ട് നടപടികൾ ഉണ്ടാകണം. അതുതന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നിയമ നടപടികൾ, DC ബുക്ക്, ഞാൻ എഴുതിയ എൻ്റെ ബുക്കിൻ്റെ പ്രസാധനം ഇന്നലെ 10:30 മണിക്ക് എങ്ങനെയാ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും? എങ്ങനെയാ ചെയ്തത്? സാധാരണ മട്ടിൽ വന്നതാണോ ഇത്? ഇതൊരു ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ്. ഞാനതെല്ലാം പരിശോധിക്കുകയാണ്. ഒരു കാര്യം, DC ബുക്സിന് എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗം എന്ന പേരിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ എന്താ അവകാശം? ഞാൻ അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? എന്ത് കരാറ്? ഞാൻ പറയട്ടെ, ഞാൻ ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ടില്ല. അതിൻ്റെ ആകെ വന്നതിന് ശേഷമുള്ള വായന നടന്നു കഴിഞ്ഞിട്ടില്ല. അതിൽ പല തെറ്റുകളോ തിരുത്തലുകളോ വേണമെന്ന് പോലും നോക്കിയിട്ടില്ല. ഞാനൊക്കെ എടുത്ത് കണ്ടു. ഞാൻ എടുത്ത് കാണുന്നത് ഞാൻ എവിടുന്ന് കാണാൻ? ഈ നിങ്ങൾ ഇന്നലെ ചാനലിൽ പ്രക്ഷേപണം നടത്തിയ എല്ലാ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വായിച്ചാലേ പറയാൻ പറ്റൂ. എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത്? ആ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. എങ്ങനെ വന്നു? അങ്ങനെയാണെങ്കിൽ ഈ അങ്ങയുടെ പുസ്തകം പ്രസാദനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നു എന്നാണ് പറയുന്നത്. പ്രസാദനം ചെയ്യുന്നു പറഞ്ഞ് DC ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അവരുടെ ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് ഹാൻഡിലും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ജയരാജനെ ടാഗ് ചെയ്തിട്ടുണ്ട്. ജയരാജന്റെ പേരോടുകൂടി ആ പേജിനോടുകൂടി ടാഗ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജയരാജൻ അറിഞ്ഞിട്ടില്ല. ടാഗ് ചെയ്തിട്ടുണ്ട്. എവിടെ? അയ്യോ, അത് ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കൊടുത്താൽ ഞാൻ ഉത്തരവാദി? ഞാൻ എവിടെ നിന്ന് അറിയുന്നത്? ഞാൻ ഇന്ന് അറിയുന്നത് ഇന്നലെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് എനിക്കൊരു പരിപാടിക്ക് പോകണം. ഇറങ്ങി നോക്കട്ടെ, ടെലിവിഷൻ ചാനൽ വെച്ചപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോഴും തന്നെ ഞാൻ വിളിച്ചു DC ബുക്കിൻ്റെ ആളെ. ഇങ്ങനെ നിങ്ങളുടെ കൊടുത്തു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വാർത്ത കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആൾ ഇവിടെ ഇല്ല, അദ്ദേഹം വിദേശത്താണ്. ഞാൻ അയാളോട് അടിയന്തരമായി വിളിക്കാൻ പറ. ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു സ്ത്രീ പിന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല സാർ. DC ബുക്സിൻ്റെ ആൾ തന്നെ വിളിച്ചു എന്നെ 1.5 മണിക്കൂർ കഴിയുമ്പോൾ. അയാൾ വിദേശത്താണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്തരത്തിൽ വാർത്ത കൊടുത്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പരിശോധിക്കാം, അത് കോട്ടയത്ത് നിന്നായിരിക്കും. പിന്നെ പരിശോധിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ കൊടുക്കാത്ത കാര്യം ഞാനതിനാ ചോദിക്കേണ്ട കാര്യം. എന്ത് കാര്യത്തിന്? ഞാൻ കരാർ കൊടുക്കാത്ത ഞാൻ അയാളോട് ചോദിക്കണോ? അതിനല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ അയാളോട് നിങ്ങൾ കരാർ എന്തിനോട് ചോദിക്കണം? അതുകൊണ്ടല്ലേ ഞാൻ 10 നോട്ടീസ് അയച്ചത്. എഴുതാൻ കൊടുത്ത ആളുകളോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതെങ്ങനെയാണ് നിങ്ങളെ ഇങ്ങനെ ചോർത്തിട്ടുണ്ടോ, ഏതെങ്കിലും ഭാഗം നോക്കിയിട്ടുണ്ട്, അവരോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ സാധാരണഗതിയിൽ വിശ്വസിക്കാവുന്ന ആളാണ്, പത്രപ്രവർത്തകരാണ്. ഇന്നിവർ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് അദ്ദേഹത്തോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എഴുതി കൊടുത്ത അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളതിൽ നിന്ന് ഇത് മോഷണം പോയിട്ടുണ്ടോ, ഇത് എങ്ങോട്ടും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ഏതെങ്കിലും ആളുകൾ സൂത്രത്തിൽ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ,
എന്ന കാര്യം പരിശോധിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ ഇല്ല, അദ്ദേഹം പുറത്തൊരു സ്ഥലത്ത് പോയതാണ്. 2 ദിവസം കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അപ്പോഴേക്ക് അദ്ദേഹം വന്ന് ഇത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല. പരിശോധിച്ച് കണ്ടെത്തിയാൽ ഞാൻ അപ്പോൾ പറയും.